ഒരു ചെറു ഗ്രാമത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഗംഗമ്മ ഉപജീവനത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായ വരുമാന മാർഗം കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുകയും ചെയ്തിട്ടുള്ള ഒരു വനിതയാണ്. പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുപോലും കുടുംബം പോറ്റുന്നതിനുള്ള വരുമാനത്തിനായി വീട്ടിൽ തന്നെ ഒരു പപ്പട നിർമ്മാണ കച്ചവടം ആരംഭിക്കുന്നതിന് അവർ മുന്നിട്ടിറങ്ങി. അവരുടെ സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവുമാണ് ഇന്നത്തെ അവരുടെ വിജയത്തിന് കാരണം. ഗ്രാമത്തിലെ മറ്റുള്ളവർക്ക് കൂടി അവർ ഒരു പ്രചോദനമായി തീർന്നിരിക്കുന്നു. അവർ കൈവരിച്ച വിജയം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവരുമായി മുഖാമുഖം സംസാരിക്കണമെന്ന് വളരെ ആഗ്രഹം തോന്നി. ഗംഗമ്മേ, എങ്ങനെയാണ് നിങ്ങൾ ഈ പപ്പട ബിസിനസ് ആരംഭിച്ചതെന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? പറയാം മാഡം. എൻ്റെ കുടുംബത്തിന് വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ട സമയങ്ങളുണ്ടായി. ആ സമയത്ത് എൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഏത് വിധത്തിൽ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാം എന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കി വിറ്റ് കുറച്ച് പണം സമ്പാദിക്കാം എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. നിങ്ങളുടെ പപ്പടം നിങ്ങൾക്ക് എങ്ങനെയാണ് വിൽക്കാൻ പറ്റിയത്? ആദ്യമൊക്കെ അവ വിൽക്കാൻ എളുപ്പമായിരുന്നില്ല. വീടുവീടാന്തരം ഞാൻ കയറിയിറങ്ങി. കൂടാതെ പപ്പടം കുറഞ്ഞ വിലയ്ക്ക് അടുത്തുള്ള കടയിൽ വിൽക്കുകയും ചെയ്തു. ചിലപ്പോൾ ആളുകൾക്ക് വാങ്ങാൻ താൽപ്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷേ അവർ നല്ലവരാണെന്ന് അറിയാമായിരുന്നതിനാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാലക്രമേണ ഗ്രാമത്തിലെ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ പപ്പടം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അധികം താമസമില്ലാതെ എല്ലാവർക്കും ഞങ്ങളുടെ പപ്പടം വേണമെന്നായി. പപ്പടത്തിന്റെ ആവശ്യകത കൂടിയപ്പോൾ എന്നെ സഹായിക്കുവാൻ എൻ്റെ കൂടെ ആളുകൾ വേണമെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എന്നെപ്പോലെ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ചില സ്ത്രീകളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കണ്ടെത്തിയവരോട് കൂടുതൽ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ചേരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഗംഗമ്മേ, നിങ്ങളുടെ കൂടെ ചേരുന്നതിനും മറ്റ് സ്ത്രീകളെ വിശ്വാസത്തിലെടുക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? മാഡം, ഞാൻ എൻ്റെ കഥ അവരോട് പറയുകയും പപ്പടം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ വരുമാനമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിശദീകരിച്ചു നൽകുകയും ചെയ്തു. അവരിൽ പലർക്കും ഒരേപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ എന്നോടൊപ്പം ചേരാൻ അവർ ഉത്സാഹം കാണിച്ചു. ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടായ ചില വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പപ്പടങ്ങൾ ഉണക്കുന്നതിന് സ്ഥലം കണ്ടെത്തുക, ഗുണമേന്മയുള്ള ചേരുവകൾ ന്യായവിലയ്ക്ക് വാങ്ങുക, പപ്പടത്തിനുള്ള ആവശ്യം കൂടുന്നതിന് അനുസരിച്ച് കൂടുതൽ എണ്ണം ഉണ്ടാക്കുക പോലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറിയ വായ്പകൾ എടുത്ത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾ തരണം ചെയ്തു. അതിനുശേഷം എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് വളർന്നത്? ഞങ്ങളുടെ ബിസിനസ് നന്നായി വളർന്നു. ഞങ്ങൾ ഇപ്പോൾ അടുത്തുള്ള പട്ടണങ്ങളിലെ ഒന്നിലധികം കടകളിൽ പപ്പടം കൊടുക്കുകയും ഗ്രാമത്തിന് പുറത്തു നിന്നുള്ള ആവശ്യക്കാരിൽ നിന്ന് ഓർഡറുകൾ എടുക്കുകയും ചെയ്യുന്നു. ബിസിനസ് വലുതായപ്പോൾ എനിക്ക് എൻ്റെ വീട് പണിയാനും എൻ്റെ മകൻ്റെ മുഴുവൻ സ്കൂൾ ഫീസും അടയ്ക്കാനും അവൻ നല്ല വിദ്യാഭ്യാസം നൽകാനും കഴിഞ്ഞു. മറ്റ് സ്ത്രീകൾക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് പ്രതീക്ഷ കൈവിടരുതെന്ന് അവരോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക് എന്തും നേടാനാകും. ഇപ്പോൾ ഞങ്ങൾ 10 പേർ ഒരുമിച്ചാണ് പപ്പടത്തിന്റെ കച്ചവടം നടത്തുന്നത്. സ്കൂൾ കെട്ടിടം പണിയാനും ഞങ്ങളുടെ ഗ്രാമത്തിന് പൈപ്പ് കണക്ഷനുകൾ കിട്ടാനും ഞങ്ങൾക്ക് പണം നൽകി സഹായിക്കുവാൻ കഴിഞ്ഞു. സ്ത്രീകൾക്ക് അവർ ജീവിക്കുന്ന സമൂഹങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണിച്ചു. എല്ലായിടത്തും സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിയാൽ അവർ വളരുകയും വിജയിക്കുകയും ചെയ്യും.